ആർത്തിയോണ്ട് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ബിസ്മി പലരും മറക്കും അല്ലേ? തൊള്ളയിൽ കപ്പുലച്ച് ഇറങ്ങാൻ മാത്രം വെള്ളം ഊറിക്കുമ്പോ ബിരിയാണിക്ക് തൊള്ളയും തുറന്നിട്ട് വരുന്ന മനുഷ്യന് ബിസ്മി ഓർമ്മ ഉണ്ടാവോ? ഇല്ല, മറക്കും. എന്നാ ബിസ്മി ചൊല്ലാൻ ഇവന് ആഗ്രഹമുള്ള ആളാ, മറവി എന്നതാണ്. അപ്പൊ എന്താവും? ഒരാളൊരു മൂലക്കുന്ന് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, അതിലിവന് ഒരു ബിസ്മിയൊക്കെ ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലേ? ഇവനും ചൊല്ലു. കണ്ടങ്ങള് എന്തൊരു അത്ഭുതം. നേരെ മറിച്ച് കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് എന്ന് ഉറക്കെ പറയണമെന്ന് അതോടെ പറഞ്ഞാൽ ആ സാസിലാകെ പ്രശ്നം ഉണ്ടാവും. എന്തുകൊണ്ട്? എല്ലാവർക്കും തീറ്റയിൽ ഒരേ സാമർഥ്യമല്ല. ഞാൻ 2 പിട്ട് തിന്നുന്ന സമയത്ത് 25 തിന്നുന്ന ആൾക്കാർ ഈ സാസിലുണ്ടാവും. നമ്മൾ ഒരു പൊറാട്ട എടുത്തിട്ട് അയിമങ്ങനെ ബദർ ഉഹുദ് നടത്തുമ്പോ 12 നിന്നിട്ട് 13ാമത്തേക്ക് കൈ നീട്ടുന്ന ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാവും. അപ്പോ അവര് നമ്മൾ 1 തിന്നുമ്പോഴേക്ക് 11 തിന്നിട്ട് അൽഹംദുലില്ലാഹ് എന്നാണ് പറഞ്ഞാൽ നമ്മളിവിടെ തുടങ്ങുണ്ടാവുള്ളൂ. നമ്മൾ ചെങ്ങ എൻ്റെ കഴിഞ്ഞാൽ പോയാൽ പോരെ. ആ സാസിൽ പ്രശ്നം ഉണ്ടാവും. ശരീഅത്തിന്റെ നിയമങ്ങൾ നോക്കി. ഞാനൊരിക്കൽ കർണാടക